കഷ്ടകാലം, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? അങ്ങനെ പറഞ്ഞ് മഹിമ ഒരു നിമിഷം ഒന്ന് ആലോചിക്കുകയാണ്. പിന്നീട് ഒരു കർച്ചീഫ് എടുത്ത് അത് വെച്ച് മുഖം മറച്ചിട്ട് ആ ഒരു സാധനവുമായിട്ട് അകത്തേക്ക് ചെല്ലുവാൻ കേട്ടോ. ഈ സമയം സ്വപ്ന പുറത്തേക്ക് വരുവാൻ കേട്ടോ. അങ്ങനെ സ്വപ്നയെ കാണുന്നതും ആ ഒരു സാധനം മഹിമ സ്വപ്നയുടെ കൊടുക്കുക. ഇതാ മാഡം, ക്യാഷ് ഓൺ ഡെലിവറിയാ, ക്യാഷ്. അന്നേരം സ്വപ്ന പറയണേ, ആ തരാം, ഞാൻ എങ്ങോട്ടേക്കും ഓടിപ്പോകുന്നൊന്നുമില്ല. അങ്ങനെ പറഞ്ഞ് ക്യാഷ് എടുക്കാൻ അകത്തേക്ക് പോകുമ്പോഴായിരിക്കും സ്വപ്ന വിചാരിക്കുന്നത്, അല്ല ഈ ശബ്ദം ഇത് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. അങ്ങനെ സ്വപ്ന തിരിഞ്ഞിട്ട് മഹിമയോട് പറയണേ, അല്ല കുട്ടി ആ കർച്ചീഫൊന്ന് മാറ്റിക്കേ, നീ മഹിമയല്ലേ? അന്നേരം മഹിമ കർച്ചീഫ് മാറ്റുവാൻ കേട്ടോ. അങ്ങനെ മഹിമയെ കണ്ട് ചിരിച്ചുകൊണ്ട് സ്വപ്ന പറയണേ, ആ മഹിമ തന്നെ. ഈ സമയം സ്വപ്ന അമ്മേനെയും കൂടി വിളിക്കുവാണ്. എന്നിട്ട് മഹിമേനോട് പറയണേ, ആ ഹെൽമെറ്റും കൂടി ഒന്ന് മാറ്റിക്കേ, നിന്നെ ശരിക്കൊന്ന് കാണട്ടെ, നീ ഇപ്പോൾ ഈ പണിക്കൊക്കെ ഇറങ്ങിയോ? ഈ സമയം ഭാനുമതി അമ്മയും മഞ്ജു പുറത്തേക്ക് വരുന്നുണ്ട്. അങ്ങനെ ഭാനുമതി അമ്മേനോട് സ്വപ്ന പറയണേ, കണ്ടില്ലേ അമ്മേ, കൊറിയറുമായിട്ട് ആരാ വന്നിരിക്കുന്നതെന്ന്? അന്നേരം ഭാനുമതി പറയണേ, അനിയത്തി ചെയ്യുന്ന ജോലി കണ്ടില്ലേ, പിന്നെ നീ എന്തിനാടി ഈ ജോലിക്കൊക്കെ പോകുന്നത്? ആർക്ക് വേണ്ടിയാണ് നീ സമ്പാദിക്കുന്നത്? അന്നേരം മഞ്ജു പറയണേ, ഞാൻ ജോലി ചെയ്യുന്നത് എനിക്ക് വേണ്ടിയാ അമ്മേ, അവൾ സ്വന്തം കാലിൽ നിൽക്കാൻ അവളും ജോലി ചെയ്യുന്നു. പിന്നെ ഈ പ്രായത്തിൽ തന്നെ പണത്തിൻ്റെയൊക്കെ വില അറിയുന്നത് നല്ലതാണല്ലോ, അതുകൊണ്ടാണ് ഞാനും അങ്ങ് സമ്മതിച്ചത്. അന്നേരം സ്വപ്ന പറയണേ, ചേച്ചി പോലീസാണെങ്കിൽ അനിയത്തി പിന്നെ ഇങ്ങനെയൊക്കെ ആയില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. ഇതേക്കുന്ന മഹിമ കയ്യിലിരിക്കുന്ന ഹെൽമെറ്റ് കൊണ്ട് സ്വപ്നയുടെ തലക്കൊരു കൊട്ടുകൊടുക്കുക. പോലീസ് എന്ന് പറയുമ്പോൾ നിനക്കെന്താടി ഇത്ര പുച്ഛം? നീ അടക്കമുള്ളവരെ സംരക്ഷിക്കുന്നത് പോലീസുകാരാണ്, അവരെ പുകഴ്ത്തിയില്ലെങ്കിലും അപമാനിക്കാൻ പാടില്ല. ഇനി നീ പോലീസുകാരെ കുറിച്ച് എന്തെങ്കിലും മോശമായി പറഞ്ഞാൽ. അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം സ്വപ്നയോട് പറയുന്നതായിട്ട് മഹിമ ഇങ്ങനെ സ്വപ്നം കാണുവാണ്. അന്നേരം മഹിമ ഇങ്ങനെ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് കാണുമ്പോൾ സ്വപ്ന വിളിക്കണേ, എടി മഹിമേ, നീ എന്താടി കുന്തമൊഴിഞ്ഞ പോലെ നിൽക്കുന്നത്? എന്താലോചിച്ചോട്ട് നിൽക്കുക? അന്നേരം മഹിമ പറയണേ, ഈ ഓർഡറിൻ്റെ കാശ് വന്ന് എനിക്ക് പോവായിരുന്നു, ഒരുപാട് സ്ഥലങ്ങളിൽ പോകാനുള്ളതാണ്, എടുത്ത് കൊടുക്കുമോളെ എന്ന് ഭാനുമതി പറയുക. അന്നേരം സ്വപ്ന പറയണേ, അത് പിന്നെ അമ്മേ എൻ്റെ കയ്യിലില്ല. ഓ എത്ര രൂപയാ എന്ന് ഭാനുമതി ചോദിക്കുമ്പോൾ മഹിമ പറയണേ, 1000. അന്നേരം കണ്ണു തള്ളിക്കൊണ്ട് ഭാനുമതി ചോദിക്കണേ, എടി നീ 1000 രൂപയ്ക്ക് എന്ത് സാധനം മേടിച്ചത്? അത് പിന്നെ അമ്മേ ഒരു ക്രീമാ. എന്ത് ക്രീം? അന്നേരം മഹിമ പറയണേ, വട്ടച്ചെറുക്കുള്ള ക്രീമാ. അത് കേട്ട് മഞ്ജു ചിരി വരുവാണ്ടോ. മഞ്ജു ആണെങ്കിൽ ചിരി അടക്കി പിടിക്കുക. അന്നേരം മഹിമ പറയണേ, സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചു നോക്ക്. ഈ സമയം സ്വപ്നയാണെങ്കിൽ ആകെ അങ്ങ് ചമ്മി നാളം കെട്ടി നിൽക്കുവാണ്. സ്വപ്ന പറയണേ, അമ്മേ ഇവൾക്ക് വേഗം കാശ് കൊടുത്ത് പറഞ്ഞു വിട്, എൻ്റെ കയ്യിലൊന്നുമില്ല. നീ ഇങ്ങനെ വല്ലതും വരുത്തുന്നുണ്ടെങ്കിലേ നേരത്തെ പറയണമായിരുന്നു, ഞാൻ ഗിരിയോട് പറഞ്ഞ് കാശ് വാങ്ങിച്ചു വെച്ചേനെ. അത് കേൾക്കുമ്പോൾ ഞാൻ തരാമെന്ന് മഞ്ജു പറയണേ. അന്നേരം ഭാനുമതി തടഞ്ഞോണ്ട് പറയണേ, അതൊന്നും വേണ്ട, എന്നിട്ട് വേണം ഞങ്ങൾക്ക് വേണ്ടി നീ കാശ് ചിലവാക്കിയെന്നും പറഞ്ഞുകൊണ്ട് നടക്കാൻ. ഈ വീട്ടിലെ ചിലവുകൾ നടത്താൻ ഞങ്ങൾ മതി, നിന്റെ സഹായമൊന്നും ആവശ്യമില്ല. അന്നേരം മഹിമ പറയണേ, അതെ എനിക്ക് വേറെയും ചില സ്ഥലങ്ങളിൽ ഡെലിവറി നടത്താനുണ്ട്, അതുകൊണ്ട് ഇതിൻ്റെ കാശ് നിങ്ങൾ പിന്നെ തന്നാൽ മതി. ഇനി തന്നില്ലെങ്കിലും കുഴപ്പമില്ല, ഞങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൻ്റെ ഭാഗമല്ല, പക്ഷേ നിങ്ങളെ എൻ്റെ കുടുംബത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ കണ്ടിരിക്കുന്നത്. ഞാൻ ഇറങ്ങുക ചേച്ചി എന്ന് പറഞ്ഞ് മഹിമ പോകാൻ തുടങ്ങുമായിരിക്കും. അന്നേരം മഞ്ജു പറയണേ, മഹിമേ കാശ് ഞാൻ നിൻ്റെ അക്കൗണ്ടിലേക്ക് ഇട്ടുതരാം. അന്നേരം മഹിമ പറയണേ, വേണ്ട ചേച്ചി, എത്ര കാശ് കിട്ടിയാലും ആ അമ്മയുടെയും മകളുടെയും ചമ്മയും മുഖം കണ്ടതിൻ്റെ അത്രയും അതൊന്നും വരില്ല. അങ്ങനെ പറഞ്ഞ് മഹിമ അവിടെ നിന്നും പോകുവാണ്. ഈ സമയം ഭാനുമതി പറയണേ, ഞങ്ങൾ നിൻ്റെ അനിയത്തിയുടെ മുമ്പിൽ നാണം കെടുത്തിയപ്പോൾ നിനക്ക് തൃപ്തിയായില്ലേ? അന്നേരം മഞ്ജു പറയണേ, ഞാൻ എന്ത് ചെയ്തിട്ടാ അമ്മേ ഈ സാധനം സ്വപ്ന വാങ്ങിച്ചത്? ഞാൻ അറിഞ്ഞില്ലല്ലോ, പിന്നെ ഞാൻ കാശ് കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അമ്മ തന്നെയല്ലേ വേണ്ടെന്ന് പറഞ്ഞത്. അന്നേരം ഭാനുമതി പറയണേ, ഞങ്ങൾക്ക് നിൻ്റെ കാശൊന്നും വേണ്ട, എന്താണെങ്കിലും ഗിരി വരട്ടെ, അവനോട് ഈ കാര്യമെല്ലാം ഞാൻ പറയുന്നുണ്ട്, പിന്നെ അവൻ തന്നെ തീരുമാനിക്കും നിന്നെ നിൻ്റെ അനിയത്തിനെയും എന്ത് ചെയ്യണമെന്ന്. എന്തിനാ ഇതൊക്കെ വെറുതെ ഗിരിയേട്ടനോട് പറയുന്നത്? അതിന് മഹിമ തെറ്റൊന്നും ചെയ്തില്ലല്ലോ. അന്നേരം ഭാനുമതി പറയണേ, അത് ഗിരി തന്നെ തീരുമാനിക്കട്ടെ, നീ വേഗം ജോലിക്ക് പോകാൻ നോക്ക്, എനിക്ക് ഈ യൂണിഫോം ഇങ്ങനെ കാണുമ്പോൾ അറപ്പ് തോന്നുക, എൻ്റെ മുന്നിൽ നിന്ന് കടന്നു പോടി. അങ്ങനെ മഞ്ജുവിടെ നിന്നും പോകുവാണ്. പിന്നീട് കാണിക്കുന്നത് വീട്ടിലേക്ക് തിരിച്ചെത്തുന്ന ഗിരീനെയാണ് കേട്ടോ. ഇതേസമയം ഉമ്മറത്ത് തന്നെ ഭാനുമതി അമ്മ ദേഷ്യത്തിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. സ്വപ്നയും അവിടെ ഉണ്ട്. അങ്ങനെ ഗിരി വന്നിട്ട് അമ്മേനോട് ചോദിക്കണേ, എന്താ അമ്മേ, എന്താ വേഗം വരാൻ പറഞ്ഞത്? അമ്മക്ക് അസുഖം വല്ലതും ഉണ്ടോ? എന്താ പറ്റിയത്? അന്നേരം സ്വപ്ന പറയണേ, ഇനിയൊന്നും പറ്റാണില്ലല്ലോ, ഗിരിയേട്ടൻ്റെ അമ്മ എന്ന് പറഞ്ഞ് കുറേ ഷോ കാണിച്ച് നടന്ന ആളാ ഇപ്പോൾ ഇങ്ങനെ നാണം കിട്ടിയിരിക്കുന്നത്. നാണക്കേടോ? എന്താ അമ്മ ഇവളീ പറയുന്നത്? അന്നേരം ഭാനുമതി പറയണേ, നീയുള്ളപ്പോൾ എന്നെ ആരും അപമാനിക്കില്ല എന്നൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു, അതിപ്പോൾ തകർന്നു. അന്നേരം സ്വപ്ന പറയണേ, ഈ വീട്ടിൽ കയറിയൊന്ന് ഒരാൾ അമ്മയും എന്നെയും അപമാനിച്ചിട്ട് കൈ വീശി അങ്ങ് ഇറങ്ങിപ്പോയി.
ആരാണെന്ന് ഗിരി ചോദിക്കുമ്പോൾ സ്വപ്ന പറയണേ വേറെ ആരാ, ആ മഞ്ജുവിൻ്റെ അനിയത്തി മഹിമ. എന്തേ പ്രതികരിക്കാനുള്ള ആവേശം ചോർന്നു പോയോ? അന്നേരം അമ്മയോട് ഗിരി ചോദിക്കണേ അവളെന്തിനാ നിങ്ങളോട് പ്രശ്നം ഉണ്ടാക്കിയത്? അന്നേരം അമ്മ പറയണേ എന്താടാ എന്താ ഏതാന്നൊക്കെ നിനക്കറിയണോ? എന്നൊരുത്തി ഈ വീട്ടിൽ കയറിയൊന്ന് അപമാനിച്ചെന്ന് മാത്രം നിനക്കറിഞ്ഞാൽ പോരെ? ചേട്ടൻ അങ്ങനെ ചാടി കയറിയൊന്നും ഇടപെടാൻ പറ്റില്ലമ്മേ, ഭാര്യ വീട്ടുകാരല്ലേ. അന്നേരം ഗിരി ദേഷ്യത്തിൽ സ്വപ്നയോട് പറയണേ ദേ സ്വപ്നെ നീ നിർത്തിക്കോ, കുറേ നേരം ഇനി തുടങ്ങിയിട്ട്. അന്നേരം അമ്മ പറയണേ നീ എന്തിനാടാ അവളോട് ചാടിക്കേടുന്നത്? നിന്റെ ഭാര്യയുടെ അനിയത്തിക്ക് വേണ്ടി നീ നിന്റെ അനിയത്തിക്ക് നേരെ തിരുവല്ലേ? ഇത്രയും കാലത്തിനിടയ്ക്ക് ഈ വീട്ടിൽ കയറി ആരും ഇതുപോലെ സംസാരിച്ചിട്ടില്ല. ആ നരുന്ത് പെണ്ണിന് എങ്ങനെയാ അതിനുള്ള ധൈര്യം കിട്ടിയത്? നീ പ്രതികരിക്കില്ല എന്നുള്ള ധൈര്യത്തിലല്ലേ അവൾ ഇവിടെ വന്ന് ഇത്രയും പ്രഹസനമൊക്കെ കാണിച്ചത്? നീ ഇപ്പം തീരുമാനിക്കണം, നിനക്ക് വലുത് ഞാനാണോ അതോ നിന്റെ ഭാര്യ വീട്ടുകാരാണോ എന്ന്. ഇതെന്ത് ചോദ്യമാണമ്മേ, എനിക്കെൻ്റെ അമ്മ തന്നെയാ വലുത്. അന്നേരം സ്വപ്ന പറയണേ അത് ചുമ്മാ വായ കൊണ്ട് പറയാതെ ചെയ്ത് കാണിക്കണം. എന്ത് ചെയ്ത് കാണിക്കണം എന്നാ? എന്താ വേണ്ടത്? ഒരു കാര്യത്തിന് പോകുന്നതിന് മുമ്പ് എന്താ ഉണ്ടായ പ്രശ്നം എന്നറിയണ്ടേ? അന്നേരം സ്വപ്ന പറയണേ മഹിമയുടെ ഒരു ക്രീം ഡെലിവറി ചെയ്യാൻ വന്നു, അവൾക്കിപ്പോൾ അതാ പണി. അന്നേരം എൻ്റെ കാശില്ലായിരുന്നു, ഞാൻ ATM പോയി എടുത്തു തരാമെന്ന് പറഞ്ഞതാ. അന്നേരം അവൾ പറയുക അവൾക്ക് തിരക്കുണ്ട്, വെയിറ്റ് ചെയ്യാൻ സമയമില്ല എന്ന് പറഞ്ഞ് ഇതവളുടെ പിച്ചയാണെന്നും പറഞ്ഞ് ആ ക്രീം ഇവിടെ ഔദാര്യം പോലെ തന്നിട്ട് അവൾ പോയി. അമ്മയോടും എന്നോടും പിച്ചക്കാരികളോട് പെരുമാറുന്ന പോലെയാണ് അവൾ പെരുമാറിയത്. അന്നേരം ഗിരി ചോദിക്കണേ മഞ്ജു ഇവിടെ ഉണ്ടായില്ലേ? പിന്നെ ഉണ്ടാവാതെ 2 പെങ്ങന്മാരും കൂടി പ്ലാൻ ചെയ്തായിരുന്നു ഞങ്ങൾ അപമാനിച്ചത്. അന്നേരം അമ്മ ചോദിക്കണേ എന്താ എല്ലാം കേട്ട് ബോധിച്ചോ? വെറും 1000 രൂപയ്ക്ക് വേണ്ടിയാ അവള് നിന്റെ അമ്മയെ അപമാനിച്ചത്. ഇനി എന്താ നിന്റെ പരിപാടി? അന്നേരം ഗിരി പറയണേ മഞ്ജുവിൻ്റെ കാര്യം അവൾ തിരിച്ചു വരുമ്പോഴാ നോക്കിക്കോളാം. പക്ഷേ മഹിമ എൻ്റെ അമ്മയെ ഈ വീട്ടിൽ കയറിയെന്ന് അപമാനിച്ചിട്ട് അവൾ അവളുടെ വീട്ടിൽ മനസ്സമാധാനത്തോണ്ടിരിക്കില്ല. പിന്നീട് കാണിക്കുന്നത് വീട്ടിൽ നിന്നും ജോലിക്ക് പോകാനായിട്ട് ഇറങ്ങുന്ന മഹിമേനെയാണ്. അന്നേരം അമ്മാവൻ പറയണേ മോളെ അധികം രാത്രി ആവണമെന്ന് നിൽക്കണ്ട, ഇരുട്ടുന്നതിന് മുമ്പേ വേഗം ഇങ്ങോട്ടേക്ക് എത്തിക്കൊള്ളണം. ശരി അമ്മാവ എന്ന് പറഞ്ഞ് പോകാൻ നിൽക്കുമ്പോഴായിരിക്കും ഗിരി അവിടെ എത്തുന്നത്. ഗിരിയെ കാണുമ്പോൾ അമ്മാവൻ സന്തോഷത്തോടെ ഗിരിയെ വിളിക്കുകയാണ്. ആ വാ മോനെ, ഞങ്ങൾ അങ്ങോട്ടേക്ക് വരാനിരിക്കുമായിരുന്നു. കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും നാളായിട്ടും നിങ്ങൾ ഇങ്ങോട്ടൊന്നും വന്നില്ലല്ലോ. നിങ്ങളെ ക്ഷണിക്കാൻ വേണ്ടിയായിരുന്നു ഞങ്ങൾ വരാനിരുന്നത്. ഈ സമയം മഹേഷും പുറത്തേക്ക് വരുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ ഗിരി പറയണേ നിങ്ങളുടെ ക്ഷണം സ്വീകരിക്കാനൊന്നുമല്ല ഞാൻ വന്നിരിക്കുന്നത്, ഞാനിങ്ങോട്ട് വന്നത് ദേ ഇവളെ ഒന്ന് കാണാനാ. അന്നേരം മഹിമ ചോദിക്കണേ എന്താ ഗിരിയേട്ട കാര്യം? നീ സാധനങ്ങൾ ഡെലിവറി ചെയ്യാൻ വന്നപ്പോൾ എൻ്റെ അനിയത്തി അപമാനിച്ചോ? അന്നേരം മഹിമ പറയണേ ഞാൻ അവളെ അപമാനിച്ചിട്ടൊന്നുമില്ല, അവളാണ് എന്നെ അപമാനിച്ചത്. ഞാൻ ചെയ്യുന്ന ജോലിയെപ്പറ്റി അവൾ മോശമായിട്ട് പറഞ്ഞു. അങ്ങനെ പറഞ്ഞതിന് ശേഷം കാശ് തരാൻ സമയമായപ്പോൾ അവളുടെ കയ്യിൽ കാശുണ്ടായിരുന്നില്ല. ഞാനൊരു ബന്ധുവിന് ചെയ്യുന്ന സഹായം എന്ന രീതിയിൽ കാശ് വേണ്ടാന്ന് പറഞ്ഞു. അതേക്കുന്ന ഗിരി പറയണേ നീ അവളെ സഹായിക്കാനല്ല അപമാനിക്കാനാണ് അങ്ങനെ ചെയ്തത്. ഇതാ നിന്റെ കാശ്, നിന്റെ ഒരു ഔദാര്യവും ഞങ്ങൾക്ക് ആവശ്യമില്ല. അന്നേരം മഹിമ പറയണേ എന്താ ഗിരിയേട്ട ഇതൊക്കെ, നമ്മളൊക്കെ ഒരേ കുടുംബക്കാരല്ലേ? അന്നേരം ഗിരി പറയുക അല്ല, നമ്മൾ ഒരേ കുടുംബക്കാരല്ല. നിന്റെ ചേച്ചി വലിഞ്ഞു കയറി ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നു എന്ന് കരുതി നിങ്ങളാരും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഭാഗമാവില്ല. എൻ്റെ അമ്മയും അനിയത്തിയും കഴിഞ്ഞിട്ട് എനിക്ക് മറ്റാരും ഉള്ളൂ. അതുകൊണ്ട് ഇനി ഇതുപോലെ എന്തെങ്കിലും കാണിച്ചു എന്ന് ഞാൻ അറിഞ്ഞ. അങ്ങനെ പറഞ്ഞ് ആ പൈസ തിരികെ പോക്കറ്റിലിട്ട് ഗിരി പോകാൻ തുടങ്ങുമായിരിക്കും. അന്നേരം മഹിമ പറയണേ ഗിരിയേട്ടനൊന്ന് നിന്നെ, എന്താണെങ്കിലും ഇവിടെ വന്ന് ഇത്രയും ഡയലോഗ് അടിച്ചതല്ലേ, ആ പൈസ ഇങ്ങ് തന്നേക്കും. ഈ സമയം ഗിരി ആ പൈസ തിരികെ എടുത്ത് മഹിമക്ക് കൊടുക്കുവാണ്. അന്നേരം മഹിമ പറയണേ ഗോപാൽജിയുടെ വലം കൈ ആയതുകൊണ്ട് ഗിരിയേട്ടന് കാശിന് പന്നൊന്നും ഉണ്ടാവില്ല. പക്ഷേ അങ്ങനെയല്ല എൻ്റെ അവസ്ഥ. ട്യൂഷൻ എടുക്കാൻ കാശില്ലാത്ത കാരണോ ഞാൻ ഈ ജോലിക്ക് പോകുന്നത് തന്നെ. ചേച്ചിയോട് ചോദിച്ചാൽ കാശ് തരും, പക്ഷേ അതെനിക്കൊരു അപമാനവും. അത്ര ആത്മാഭിമാനമുള്ള എന്നെ സ്വപ്ന അവിടെ നിന്ന് അപമാനിച്ചിട്ടും ഞാൻ മറുത്തൊരു വാക്കുപോലും പറയാഞ്ഞത് എൻ്റെ ചേച്ചിയെ ഓർത്തിട്ട് മാത്രമാണ്. അനീതിയുടെ വാക്കും കേട്ട് ചോദിക്കാൻ ഇറങ്ങുന്നതിന് മുമ്പ് എന്താ സംഭവിച്ചതെന്ന് വ്യക്തമായി അറിയണമായിരുന്നു. അതെ, എൻ്റെ അനിയത്തി തെറ്റൊന്നും ചെയ്യില്ല. അന്നേരം മഹിമ പറയണേ അനിയത്തെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നൊരു ചേട്ടനുള്ളതുകൊണ്ടാ അവൾ ഇത്രയും കുരുത്തം കെട്ടവളായി മാറിയത്. ദേ സ്വപ്നയെപ്പറ്റി അനാവശ്യം പറഞ്ഞല്ലുണ്ടല്ലോ എന്നും പറഞ്ഞ് മഹിമയെ തല്ലാൻ ഗിരി കൈയോങ്ങുന്നുണ്ട്. അന്നേരം അമ്മാവൻ പറയണേ ഗിരി വേണ്ട മോനെ. ഈ സമയം ഗിരി അവിടെ നിന്ന് ദേഷ്യത്തിൽ അങ്ങ് പോകുവാണ്. ഈ സമയം ചിരിച്ചോണ്ട് മഹേഷ് പറയണേ അത് കലക്കി മോളെ, ഗിരി നല്ല ദേഷ്യത്തിലാണ് പോയിരിക്കുന്നത്. ആ ദേഷ്യം ഗിരി ആ പാവം മഞ്ജുവിനോട് തീർക്കും എന്ന് പറഞ്ഞ് ചിരിച്ചോണ്ട് അകത്തേക്ക് പോകുവാണ്. അത് കേട്ട് മഹിമ ടെൻഷനോടുകൂടി നിൽക്കുക. അന്നേരം അമ്മ പറയണേ മോള് വിഷമിക്കണ്ട, ഗിരി അങ്ങനെയൊന്നും ചെയ്യില്ല. അന്നേരം മഹിമ പറയണേ എന്നാലും ചേച്ചിക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ട് പിന്നെ പശ്ചാത്തപിച്ചിട്ട് കാര്യമുണ്ടോ? പിന്നീട് കാണിക്കുന്നത് മുകുന്ദൻ്റെ വീടാണ്. അവിടെ മുകുന്ദൻ്റെ അമ്മ ഡോക്ടറിൻ്റെ വേഷമൊക്കെ അണിഞ്ഞിട്ട് പുറത്ത് ആരോ വരാനായിട്ട് കാത്തു നിൽക്കുവാണ്. അന്നേരം മുകുന്ദൻ അങ്ങോട്ട് ചെന്നിട്ട് എന്താ കാര്യം എന്ന് ചോദിക്കുക.
ഈ സമയം അമ്മ പറയണേ, ഞാനൊരു സാധനം ഓൺലൈനിൽ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, 1 മണിക്ക് വരുമെന്നാണ് പറഞ്ഞാൽ ഇപ്പോഴത്തെ 3 കാലമായി ഇതുവരെ എത്തിയിട്ടില്ല. എനിക്ക് അതും കൊണ്ട് വേണം ഷൂട്ടിങ്ങിന് പോകാനായിട്ട്. അന്നേരം മുകുന്ദൻ പറയണേ, ഈ ഓൺലൈൻ ഡെലിവറിക്കാർ അല്ലെങ്കിൽ കൃത്യസമയത്തൊന്നും സാധനം എത്തിക്കില്ലെന്നേ. വഴിയിൽ ട്രാഫിക് ബ്ലോക്കൊക്കെ ഉള്ളതല്ലേ, അപ്പോൾ അതനുസരിച്ച് വൈകും. എടാ മോനെ, ഇതെന്ത് അനാസ്ഥയാ, നീ അവർക്കെതിരെ ഒരു കേസ് എടുക്കണം. പിന്നെ എനിക്കതല്ലേ പണി എന്ന് മുകുന്ദൻ പറയുമ്പോൾ അമ്മ പറയണേ, വേറെ പണിയില്ലല്ലോ, അതാ നിന്നോട് പറഞ്ഞത്. നീ ഈ കേസെങ്കിലും നടത്തടാ, പൈസ ഞാൻ തരാം. ദേ അമ്മേ. ഈ സമയത്ത് തന്നെ മുകുന്ദൻ ഒരു കോൾ വരുവാണ്. അന്നേരം മുകുന്ദൻ പറയണേ, എൻ്റെ ക്ലയൻറ്റിൻ്റെ കോൾ വന്നു, അല്ലായിരുന്നെങ്കിൽ അമ്മ ഞാൻ ശരിയാക്കിയേനെ എന്ന് പറഞ്ഞ് കോൾ അറ്റൻഡ് ചെയ്ത് അകത്തേക്ക് പോകുവാണ്. ഈ സമയത്തായിരിക്കും മഹിമ ഡെലിവറിയുമായിട്ട് അവിടെ എത്തുന്നത്. ഗുഡ് ആഫ്റ്റർനൂൺ ഡോക്ടർ എന്ന് മഹിമ പറയുമ്പോൾ ഗൗരിയമ്മ പറയണേ, ആഫ്റ്റർനൂണോ, ഈവനിങ് ആയി, ഇന്നേ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സർജറി ഉള്ളതാണ്, എന്താ ഇത്ര ലേറ്റ് ആയത്? അന്നേരം മഹിമ പറഞ്ഞേ, അത് പിന്നെ ട്രക്ക് വരാൻ ലേറ്റായി ഡോക്ടർ, സോറി. അങ്ങനെ സൈനൊക്കെ ചെയ്ത് ആ സാധനം മേടിക്കുവാണ്. മഹിമ അങ്ങനെ പോകാൻ തുടങ്ങുമ്പോൾ ഗൗരി പറയണേ, നിൽക്ക്, ഞാനൊന്ന് തുറന്നു നോക്കട്ടെ. അങ്ങനെ ആ പാക്കൊക്കെ തുറന്നു നോക്കുവാണ്. അതിലൊരു സ്റ്റെതസ്കോപ്പ് ആയിരിക്കും കേട്ടോ. അതങ്ങനെ എടുത്ത് കഴുത്തിലിട്ടിട്ട് മഹിമയോട് ചോദിക്കണേ, എങ്ങനെയുണ്ട്, കൊള്ളാമോ? കൊള്ളാം ഡോക്ടർ. ഈ സമയത്തായിരിക്കട്ടെ മുകുന്ദൻ അങ്ങോട്ടേക്ക് വരുന്നത്. മഹിമ പുതിയ ജോലിക്ക് കയറിയോ? അന്നേരം മഹിമ ചോദിക്കണേ, ഇത് വക്കീലിൻ്റെ വീടായിരുന്നോ? അതെനിക്കറിയില്ലായിരുന്നു കേട്ടോ. ഇത് വാടക വീടാ. വക്കീലിൻ്റെ അമ്മ ഡോക്ടറാണല്ലേ? അന്നേരം അമ്മ പറയണേ, ഞാൻ ഡോക്ടറുമാണ്. അല്ല, ഈ കുട്ടിയെ നീ പരിചയപ്പെടുത്തിയില്ലല്ലോ. അപ്പോൾ മുകുന്ദൻ പറയണേ, നമ്മുടെ മാധവൻ സാറിൻ്റെ ഇളയ മോള മഹിമ. അതേക്കുമ്പോൾ ഗൗരി പറയണേ, ആണോ? മോളുടെ അച്ഛൻ വളരെ നല്ല ആളാ. ഒരിക്കൽ രാത്രി ഇങ്ങോട്ടേക്ക് തിരിച്ചു വരുന്ന വഴിക്ക് എനിക്കൊരു അപകടം പറ്റി. ആ സമയത്ത് മാധവൻ സാറാ വണ്ടി നിർത്തിച്ച് എന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചത്. അതുമാത്രമല്ല, രക്തദാനവും കൂടി ചെയ്തു. അന്നേരം മുകുന്ദൻ പറയണേ, സത്യം പറഞ്ഞാൽ എൻ്റെ അമ്മയിന്ന് ജീവനോടെ ഇരിക്കാൻ കാരണം മാധവൻ സാറാ. മോളിങ്ങനെ നിൽക്കാതെ അകത്തേക്ക് കയറിയിരിക്കുക. അന്നേരം മഹിമ പറയണേ, അയ്യോ വേണ്ട ഡോക്ടർ, എനിക്ക് വേറെ 1-2 സ്ഥലത്തും കൂടി ഡെലിവറി കൊടുക്കാനുണ്ട്. അല്ല, മാഡത്തിന് എമർജൻസി സർജറി ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. അന്നേരം മുകുന്ദൻ ചിരിച്ചുകൊണ്ട് പറയണേ, എൻ്റെ അമ്മേ, ഇനി ഇങ്ങനെ ആൾക്കാരെ പറ്റിക്കുന്ന പണിയൊന്നും ചെയ്യല്ലേ. ഇനി അങ്ങനെ ചെയ്താൽ ആൾമാറാട്ടത്തിന് എണ്ണേണ്ടി വരും. ഈ സമയം ഗൗരി പറയണേ, എൻ്റെ മോളെ, ഞാൻ ഒരു മെത്തേഡ് ഡോക്ടറാ. മഹിമേ, എൻ്റെ അമ്മ സീരിയലിലേക്ക് ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അമ്മയെ ഇതുപോലെ പല വേഷങ്ങളിൽ കണ്ടെന്നിരിക്കും, തെറ്റിദ്ധരിക്കരുത്. ഈ സമയത്ത് ഗൗരിക്ക് പോകാനുള്ള വണ്ടി എത്തുവാണ്. അങ്ങനെ അവരോടൊക്കെ യാത്ര പറഞ്ഞ് ഗൗരി അവിടെ നിന്നും പോകുവാണ് കേട്ടോ. ഈ സമയം മഹിമ മുകുന്ദനോട് ചോദിക്കണേ, വക്കീല് കിരീട്ടൻ ദേഷ്യം വന്നാൽ തല്ലുവോ? പിന്നെ അവൻ തല്ലും, ആദ്യം തല്ല്, പിന്നെയാണ് സംസാരം. എന്താ അങ്ങനെ ചോദിച്ചത്? അത് പിന്നെ ഞാൻ ഗിരിയേട്ടനായിട്ട് ഇന്നുടക്കി. അതിൻ്റെ ദേഷ്യത്തിൽ ഗിരിയേട്ടൻ ചേച്ചി തല്ലുവെന്നൊരു പേടി. അതോർത്ത് മഹിമ പേടിക്കണ്ട, മഞ്ജുവിന് ഗിരി തല്ലിയൊന്നുമില്ല. അത് വക്കീലെങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റും? അന്നൊരിക്കൽ ഗിരിയേട്ടൻ ചേച്ചിനെ തല്ലാൻ കൈയോങ്ങിയതാ. ഗിരിയേട്ടൻ്റെ തല്ലിയുള്ള ആരോഗ്യമൊന്നും എൻ്റെ ചേച്ചിക്കില്ല. ഈ സമയം വക്കീൽ പറയണേ, തല്ലാൻ കൈയോങ്ങിയതല്ലേ ഉള്ളൂ, തല്ലിയില്ലല്ലോ. ഗിരി ഒരിക്കലും ഒരു സ്ത്രീകളെയും തല്ലില്ല. എന്നാലും അതെങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റും? അന്നേരം വക്കീൽ പറയണേ, പണ്ട് ചെറുപ്പത്തിലെ ഗിരി സ്വപ്നമായിട്ട് വഴക്കിട്ടുകൊണ്ടിരിക്കുമ്പോൾ അവളെ ഒന്ന് തല്ലിയായിരുന്നു. അന്ന് ഗിരിയുടെ അച്ഛന് ഗിരി ഒരു വാക്ക് കൊടുത്തിരുന്നു, ഒരിക്കലും ഒരു സ്ത്രീകളെയും തല്ലില്ലെന്ന്. ആ വാക്ക് തെറ്റിക്കണമെങ്കിൽ ഗിരി മരിക്കണം. എന്താ ഇപ്പം സമാധാനമായില്ലേ എന്ന് വക്കീൽ ചോദിക്കുമ്പോൾ എന്ന് പറഞ്ഞ് തലയാട്ടുകൊണ്ടോ മഹിമ. എന്നിട്ട് മഹിമ അവിടെ നിന്നും പോകുവാണ്. പിന്നീട് വഴിയിൽ വെച്ച് മഹിമ മഞ്ജുവിനെ കാണുവാണ്. എന്നാൽ മഞ്ജു മഹിമയെ കേട്ടിട്ട് മൈൻഡ് ചെയ്യാതെ പോകുക. ഈ സമയം മഹിമ ചേച്ചിന്ന് പറഞ്ഞ് പിന്നാലെ വിളിക്കുക. അന്നേരം മഞ്ജു പറയണേ, വേണ്ട, ജോലി കിട്ടിയപ്പോൾ നീ ഒരാളായിപ്പോയി എന്നുള്ളൊരു ചിന്ത ഉണ്ട് നിൻ്റെ ഉള്ളിൽ. അതുകൊണ്ടല്ലേ ഞാൻ പറയുന്നതൊന്നും നീ കേൾക്കാത്തത്. ഈ സമയം ഒന്നും മിണ്ടാതെ നിൽക്കുന്ന മഹിമയെ കാണിച്ചുകൊണ്ട് എപ്പിസോഡ് തീരുവാണ്. അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായാൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്